പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ. പാകിസ്ഥാൻ പൗരന്മാർ 46 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാനുമായുള്ള സുപ്രധാന കുടിവെള്ള പദ്ധതിയായ സിന്ധു നദീജല കരാറും ഇന്ത്യ റദ്ദാക്കി. അതേസമയം ഭീകരാക്രമണത്തിന് പിന്നിൽ സുരക്ഷാ വീഴ്ചയിൽ മറുപടി പറയാതെയായിരുന്നു കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം. 26 പേരുടെ ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കർശന നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് രാജ്യം. ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി പാകിസ്ഥാനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. 1960-ൽ ഇന്ത്യയും പാകിസ്ഥാനും ഏർപ്പെട്ട സുപ്രധാന കുടിവെള്ള പദ്ധതിയായ സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കി. വാഗ, അട്ടാരി അതിർത്തി അടിയന്തരമായി അടച്ചു. ദില്ലിയിലെ പാക് ഹൈക്കമ്മീഷൻ രാജ്യം വിടണമെന്നും ഇന്ത്യ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നടപടികളും ഇന്ത്യ മരവിപ്പിച്ചതായും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. The Indus Waters Treaty of 1960 will be held in abeyance with immediate effect until Pakistan credibly and irrevocably abjures its support for cross-border terrorism. The integrated checkpost Atari will be closed with immediate effect. Pakistani nationals will not be permitted to travel to India under the SAARC visa exemption scheme visas. Any Pakistani national currently in India under SVES visa has 48 hours to leave India. The defense, military, naval and air advisors in the Pakistani High Commission in New Delhi are declared persona non grata. They have a week to leave India. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരികെ വിളിക്കും. പാക് ഹൈക്കമ്മീഷനിലെ അംഗസംഖ്യ 30 കുറയ്ക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. മെയ് 1 മുതൽ പുതിയ നടപടികൾ പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഭീകരാക്രമണത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാൻ കേന്ദ്രം ഇതുവരെയും തയ്യാറായിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം വ്യാഴാഴ്ച ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. കൈരളി ന്യൂസ്, ദില്ലി.